ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ പഴയ പോലെ നമുക്ക് ഡെയിലി വീഡിയോസ് ഒന്നും ഇടാനൊന്നും പറ്റണില്ല കേട്ടോ. കാരണം എനിക്കിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഒരു സ്ട്രെസ്സിനിടയ്ക്ക് നമുക്ക് എന്താ പറയുന്ന വീഡിയോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുറത്തോട്ട് കറങ്ങാൻ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീഡിയോസ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ സ്ട്രെസ്സ് കാരണം പിന്നെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ഒന്നിനും നേരമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടും പോകാറില്ല. ഞാൻ ഇവിടുന്ന് നേരെ ക്ലാസ്സിൽ നിന്ന് നേരെ വീട്. വീക്കെൻഡ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ തന്നെ ഇരിപ്പാണ് പണി. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ഉണ്ടായിരിക്കും വീക്കെൻഡിൽ. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ അൺപാസിങ്ങിൻ്റെ തേർഡ് ബ്ലോക്കിൻ്റെ എക്സാം കഴിഞ്ഞു. ആ ഒരു തേർഡ് ബ്ലോക്കിൽ എന്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ എക്സാമിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്, എങ്ങനെയായിരുന്നു ഞാൻ പ്രസൻറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസും എൻ്റെ മാത്രം എന്താ പറയുന്ന കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണമെന്നോ ഇങ്ങനെ തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പഠിച്ച രീതി അത് മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. എനിക്ക് എക്സാമിൽ ഉണ്ടായിരുന്നവർ ഞാൻ പറയുന്നത് കേട്ടപ്പോൾ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും, ഞാൻ പഠിച്ച ആ ഒരു രീതി വെച്ചിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ തേർഡ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പാലിയേറ്റീവ് കെയർ ആയിരുന്നു. നമുക്കറിയാമല്ലോ, പാലിയേറ്റീവ് ഇപ്പോൾ ക്യാൻസറൊക്കെ പോലെയുള്ള അസുഖങ്ങൾ വന്ന് നമ്മൾ ഇനിയും എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഇത്ര ദിവസം കൂടെ ഒക്കെ ജീവിക്കുള്ളൂ എന്ന് പറയുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യും, അവർക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാലിയേറ്റീവിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഈ തേർഡ് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എൻ്റെ വാർഡിൽ ഒരു പേഷ്യൻ്റ് മരിച്ച സമയത്ത് ഞാൻ കണ്ടതാണ്. നമ്മുടെ എന്താ പറയുന്ന ട്രാൻസ്പോർട്ടേഷന് ആൾക്കാരൊന്നും താഴോട്ട് മോർച്ചറി പേഷ്യൻറ്റിനെ കൊണ്ടുവെക്കാനായിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററും ഞാനും കൂടിയാണ് പേഷ്യൻറ്റിനെ എന്താ പറയുന്നത് മോർച്ചറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നവരെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്തത്, മോർച്ചറി കൊണ്ട് വെക്കുന്നവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എല്ലാ ഹോസ്പിറ്റലും എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ പിറ്റേ പ്രാവശ്യം ഒരു പേഷ്യൻറ്റ് മരിച്ച സമയത്ത് സ്റ്റാഫ് ഷോർട്ടേജ് ആയിരുന്നു, സ്റ്റാഫ് അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഒരാൾ ട്രാൻസ്പോർട്ടേഷൻ ആൾ വന്ന് ആ ബോഡി കളക്ട് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ അത് മോർച്ചറിയിൽ കൊണ്ടുവെക്കുക. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളും കൊണ്ടുവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ എന്തൊക്കെ കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ എനിക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നത് ഞാൻ ആദ്യത്തെ ബ്ലോക്കിൽ എക്സാമിന് വന്നില്ല. എനിക്ക് മമ്മ കാർസിനോമ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് വന്നത്. മമ്മ കാർസിനോമ എന്നാണ് ഇവിടെ അതിന് ജർമ്മനിൽ പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു എനിക്ക് അന്ന് ആദ്യത്തെ പരീക്ഷയ്ക്ക് വന്നത്. അതേ സെയിം ഇത് തന്നെയായിരുന്നു എനിക്ക് വന്നത്. പക്ഷേ ഇത് പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് എന്ന് ഉദ്ദേശിച്ച് പാലിയേറ്റീവ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ഞാൻ സൈഡിൽ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് പറയാം. എൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ഫ്രൗ കൈസ എന്ന് പറയുന്നതാണ് അവരുടെ പേര്. അതാണ് പുള്ളിക്കാരിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പുള്ളിക്കാരി എന്താ പറയുന്നത് ഒരു 46 വയസ്സുള്ളൊരു ആളാണ്. അതുപോലെ തന്നെ 2 മക്കളുണ്ട്. പിന്നെ അവർക്ക് 2 വർഷം മുന്നേ ആണ് ആദ്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. അവരത് കഴിഞ്ഞിട്ട് നമ്മുടെ അബ്ലാക്സിയോൺ റെസ്റ്റ്, അതായത് ആ ഒരു ടിഷ്യൂ റിമൂവൽ ചെയ്യത്തില്ലേ, സർജറി ചെയ്തു. അതുപോലെ തന്നെ അവർ ആക്സിലറി ലിംബിനോഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും അവർ റിമൂവ് ചെയ്തു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇവരുടെ ഈ ഒരു എന്താ പറയുന്ന ക്യാൻസർ മെറ്റാസ്റ്റാസിയായി എന്നാണ് ഇവർ ജർമ്മനിയിൽ അതിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റുള്ള ഓർഗൻസിലേക്ക് അത് സ്പ്രെഡ് ആയി എന്നുള്ളത് അത് കഴിഞ്ഞാണ് അറിയുന്നത്. അവർ ഒരുപാട് കീമോതെറാപ്പിയും അതുപോലെ തന്നെ കീമോ എന്ന് തന്നെയാണ് ജർമ്മനിയിൽ അതിന് പറയുന്നത്. അതുപോലെ നമ്മുടെ റേഡിയേഷൻ ഇവിടെ ബെസ്ട്രാലും എന്നാണ് പറയുന്നത് കേട്ടോ. പ്രൊനൗൺസേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഓൾറെഡി പ്രൊനൗൺസേഷൻ്റെ പ്രശ്നമുള്ളതാണ്. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർക്ക് ഒരുപാട് കിട്ടിയതാണ്. പക്ഷെ അതൊന്നും ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അവർ 4 മാസം മുന്നേ ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം എല്ലാ തെറാപ്പീസും സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ പാലിയേറ്റീവ് കെയറിലായിരുന്നു.
അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ കണ്ടീഷൻ വീണ്ടും എന്താ പറയുന്ന ബുദ്ധിമുട്ടിലായി. അവരുടെ എർണിയറും സുസ്റ്റാൻഡ് ഫെർഷ്ലൈഷ്ഡ് എന്ന് പറയും. അതായത് അവർ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര കുറവായി. അതുപോലെ അവരുടെ കണ്ടീഷൻ വീണ്ടും ബുദ്ധിമുട്ടിലായപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ആദ്യത്തെ ദിവസം അവർക്ക് ഒരുപാട് വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണത്തിൽ അവർ കുറേ നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർ എണ്ണീറ്റപ്പോൾ അവർക്ക് ഭയങ്കര പെയിനും, അവർക്ക് ഒരു ഡിഫ്യൂസ് ഷ്മാർസൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എവിടെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഷ്മർസൻ എന്ന് ഉദ്ദേശിച്ച പെയിൻ ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഉബൽക്കൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ നമുക്ക് ഓക്കാനം ഛർദ്ദിക്കാൻ വരുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ അവർ അവരുടെ കയ്യിൽ അവരുടെ കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു ചെറിയ എന്താ പറയുന്നത് കുരിശും കയ്യിൽ വെച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ. ഇതാണ് ആ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിത് മൊത്തം പ്രസന്റ് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ എന്നോട് പറഞ്ഞ പേഷ്യൻറ്റിനെ ഹാൻഡ് ഓവർ കൊടുക്ക് എന്നാണ് പറഞ്ഞത്. നീയാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, രാവിലെ വന്ന ആൾക്ക് നീ ഹാൻഡ് ഓവർ കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ കാണാതെ പഠിച്ച് ഞങ്ങൾക്ക് കുറേ എന്താ പറയുന്നത് ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എക്സാമ്പിൾസ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതെല്ലാം ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നത് ദൈവാധീനത്തിന് ഇതായിരുന്നു. അപ്പോൾ ഞാനത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ആ ഒരു ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പാലിയേറ്റീവ് കെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തെ ഷെയർപുങ്ക്റ്റ് എന്താണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്, പേഷ്യൻ്റെ പ്രശ്നം എന്താണ്. മെയിനായിട്ട് പെയിൻ ഉണ്ട്, ഉബൽക്കൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവർ ഉൺറൂഹിഷാണ്. അത് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നത് ഒരു റെസ്റ്റ്ലെസ് ആണ് അവർ. അപ്പം ഈ ഒരു കാര്യങ്ങളും പിന്നെ അവരവരുടെ ഫാമിലിയെ ചിലപ്പം മിസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞു. ഷെയർപുങ്ക്റ്റ് ഇന്നതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗപ്റ്റ് മാസ്നാമൻ എന്താണ് നമ്മുടെ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, അതായത് ഇപ്പോൾ പെയിൻ ഉണ്ടപ്പോൾ നമ്മൾ പെയിൻ്റെ മാസ്നാമൻ, അതായത് അതിന് നമ്മൾ എന്ത് നേഴ്സിംഗ് കെയർ, മാസ്നാമൻ ഉദ്ദേശിക്കുന്നത് നേഴ്സിംഗ് കെയർ ആണ്, എന്ത് കെയർ ആണ് കൊടുക്കണേ. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ നമ്മൾ സഡേഷൻ ആണ് കൊടുക്കുന്നത്, വിത്ത് മോർഫിനൊക്കെ വെച്ചിട്ട് നമ്മൾ സഡേഷനും കാര്യങ്ങളും കൊടുക്കും. അതുപോലെ തന്നെ പെയിന് വേണ്ടി നമ്മൾ എന്താ പറയുന്നത് കാൽറ്റ് അൺവെൻറ്റും വാം അൺവെൻറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കാൽറ്റ് അൺവെൻറ്റും എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഈ ജെൽ പാക്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ തണുപ്പ് മറ്റേ ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു പെയിൻ ഉള്ളിടത്ത് വെക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ഷ്വെല്ലുങ് എന്ന് പറയും, നമ്മുടെ നീർവീക്കത്തിനും അതുപോലെ പ്രെല്ലുങ്, ചതവിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വാമൻബെൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കിഴിയൊക്കെ കുത്തിവെക്കത്തില്ലേ, അതുപോലുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ റുക്കൻഷ്മർസിന് അല്ലെങ്കിൽ ബാക്ക് പെയിനിനൊക്കെ നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടെൻസ് എന്ന് പറയും, ട്രാൻസ്കുട്ടാന ഇലക്ട്രിഷെ നെർഫൻ സ്റ്റിമുലാക്സിയോൺ എന്ന് പറയുന്ന ഒരു, അതായത് നമ്മളൊരു ലോക്കലൈസ്ഡ് ഷ്മർസിന് അല്ലെങ്കിൽ പെയിനിന് നമ്മൾ എന്താ പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡിവൈസാണ്. അതിൽ 4 ഇലക്ട്രോഡ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പെയിൻ ഉള്ളിടത്ത് വെച്ചിട്ട് അത് കറണ്ട് വഴിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ആരോമതെറാപ്പിയെ കുറിച്ച് നമുക്ക് പറയാം. ആരോമതെറാപ്പി ഒരു ബിസോണ്ടർ ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അതിന് ആരോമതെറാപ്പിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്കതിൽ സ്പെഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിൽ നിന്നുള്ള ഷ്മേസ്ഹെമൻ്റെ ഓയിൽ, അതായത് പെയിൻ റിലീവിങ് ഓയിൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, മസാജ് ചെയ്യാനായിട്ടും ഇൻഹൈൽ ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷേ എനിക്കിതെല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് 10 മിനിറ്റ് എക്സാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്നതിന് എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് എന്തൊക്കെ പറയണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ പെയിൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉബൽക്കൈറ്റിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, പേഷ്യൻറ്റിനെ നമുക്കൊന്നിൽ ഇരിക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ സൈറ്റ് ആൻഡ് ലാഗ്, സിറ്റ്സ് ആൻഡ് ഓർഡർ സൈറ്റ് ആൻഡ് ലാഗ്, നമുക്ക് ഒന്നിൽ അവരെ ഇരുത്താം അല്ലെങ്കിൽ സൈഡ് പൊസിഷനിലേക്ക് കിടത്താം. അതൊരു ആസ്പിരാക്സിയോൺ പ്രൊഫൈലാക്സിസ് ആണ്, ആസ്പിറേഷൻ വരാതിരിക്കാനായിട്ടുള്ള പ്രൊഫൈലാക്സിസ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഇതിനെ ട്രിഗർ ചെയ്യുന്ന, ഈ ഒരു ഉബൽക്കൈറ്റിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും സ്ലഷ്ഡ് ആയിട്ടുള്ള റൗണ്ട് ലുഫ്റ്റ്, അതായത് റൂമിലെ എന്തെങ്കിലും മണവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്താ പറയുന്നത് മാറ്റാം, ഫെർമൈഡൻ ചെയ്യാമെന്ന് വെച്ചാൽ അതിനെ പ്രതിരോധിക്കാം. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഹിൽഫ്മിറ്റൽ ഐൻസെറ്റ്സൻ എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഛർദ്ദിക്കാൻ വേണ്ടി നീറൻ ഷാള എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ ഉണ്ട്. ഈ ആൾക്കാർ തുപ്പാനോ ഛർദ്ദിക്കാനൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അൺഡിയോർഡിനറ്റ് ബെഡൂഫ് മെഡിക്കാക്സിയോൺ റെസ്റ്റ് സൈറ്റിഷ് അൺബീറ്റൻ, അതായത് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ പേഷ്യൻറ്റിനും അവരുടേതായ മെഡിക്കേഷൻ കൂടാതെ ബെഡർഫ് മെഡിക്കാക്സിയോൺ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ മെഡിസിൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഉബൽക്കൈറ്റിന് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഷെയർപുങ്ക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് എർണിയറും സുസ്റ്റാൻഡ്, അല്ലാതെ അവരുടെ
എന്താ പറയുന്നത്, ആ ഒരു ഫുഡ് എടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ അറിയാലോ, നമ്മൾ ഈ ഒരു എൻഡ് ഫോൺ ലീബൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലൈഫിൻ്റെ എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താ മെറ്റാബോളിസം ഒക്കെ ചേഞ്ച് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ ആയിരിക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ കാരണം തന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ കുറയും. അവിടെ നമ്മൾ അവരുടെ എന്താ പറയുന്നത്, നമ്മൾ ഇത് കഴിച്ചേ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്ക് നമുക്കത് പറയാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് അവരെ നിർബന്ധിക്കാൻ ഒരിക്കലും പറ്റില്ല. ഏറ്റവും കൂടുതൽ അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണ് പേഷ്യൻറ്റിൻ്റെ ബെഡ്റൂഫിനെസ്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ ബുഞ്ച് എന്താണ്, അവരുടെ ആഗ്രഹം എന്താണ്, അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർക്കത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവർ കഴിക്കട്ടെ, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് പേഷ്യൻറ്റിന് എപ്പോഴും ഒരു ഭയങ്കര ദാഹം ഫീൽ ചെയ്യുന്നുണ്ടാകും. കാരണം അവർ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവർക്ക് ആറ്റം നോട്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ വായിൽ കൂടി ശ്വാസം എടുക്കുകയും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുകയും ചെയ്യുമ്പോൾ മുൻ ട്രോക്കൻ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൗത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ട്രോക്കൻ ആകുക, എന്താണ് അതിന് പറയുന്നത്, ഡ്രൈ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ദാഹം എപ്പോഴും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുൻഫ്ലീഗേ ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്താ പറയുക, വായൊക്കെ വൃത്തിയാക്കുക എന്ന് പറയും, അത് ചെയ്യുക, അത് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബെഫോയിസ്റ്റും റീഗൽമേസിക് ബെഫോയിസ്റ്റും എന്ന് പറയും, നമ്മുടെ വാസലൈനൊക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ തേച്ച് നമ്മൾ അതിനെ ബെഫോയിസ്റ്റുമിൻ്റെ എന്താണ് ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. നമ്മൾ വാസലൈനൊക്കെ തേക്കത്തില്ലേ, ലിപ്സ് ഡ്രൈ ആകാതിരിക്കാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചാണ് പറയേണ്ടത്. എന്താണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഡെഫിനിഷൻ? അതുപോലെ ഞാനിപ്പോൾ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയർ ഈസ് ദർ ഓബർബെഗ്രിഫെ für die pflegerische, medizinische, seelsorgerische und soziologische Unterstützung von sterbenden und schwer kranken Patienten und Einbeziehung von deren Angehörigen. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതായത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഫ്ലീഗ ഉണ്ടായിരിക്കും, മെഡിസിൻ ഉണ്ടായിരിക്കും, അതുപോലെ സീൽസോർഗരിഷ സ്പിരിച്വൽ ആയിരിക്കും, അതുപോലെ സോഷ്യലും, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഫെർസോർഗും അല്ലെങ്കിൽ ഒരു കെയർ ആണ്. അല്ലാതെ ഒരിക്കലും മെഡിക്കൽ കെയർ മാത്രമോ അല്ലെങ്കിൽ ഫിസിക്കൽ കെയർ മാത്രമോ അല്ല പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരു പേഷ്യൻറ്റ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവർക്ക് വെറും ഫിസിക്കൽ കെയറോ അല്ലെങ്കിൽ മെഡിക്കൽ കെയറോ മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു സ്പിരിച്വൽ സപ്പോർട്ട് ഒക്കെ അവർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് അച്ഛന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ. അതൊരു സ്പിരിച്വൽ സപ്പോർട്ടാണ്. അവർക്കൊരു ആശ്വാസം കിട്ടും അതിലൂടെ. ടോസ്റ്റ് എന്ന് ഇവിടെ പറയും, ആശ്വാസം കിട്ടും അവർക്ക്. അതുപോലെ അവരുടെ നെഗറ്റീവ് ഫീലിങ്സിനെ അവർക്ക് ഫെർമൈഡൻ ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ. അവരുടെ ഒരു അപ്ലിങ്കും സോർഗം എന്ന് പറയും, കാരണം മറ്റൊരു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുന്നത് പറയുക. പിന്നെ എന്താ പറയുന്നത്, പാലിയേറ്റീവ് കെയറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയറിൻ്റെ സീൽ എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ദി ലീബൻസ് ക്വാളിറ്റേറ്റ് ഫെർബസറും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫെർബസറും ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും അർത്ഥമാക്കുന്നത് ആ പേഷ്യൻറ്റിന് നമ്മൾ കുറേ നാൾ ജീവിക്കാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നു എന്നല്ല അത് അർത്ഥമാക്കുന്നത്. ഒരിക്കലും നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ആ ഒരു ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവർ ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ നീഡ്സിനും അവരുടെ ആഗ്രഹത്തിനും അനുസരിച്ച് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് നമ്മൾ അതിനെ പറ്റുന്നിടത്തോളം സോൾവ് ചെയ്ത് വിടുക. അവർക്ക് ആ ജീവിക്കുന്നിടത്തോളം കാലം ഒരു നല്ല ഒരു രീതിയിൽ ജീവിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ലീബൻസ് ക്വാളിറ്റേറ്റ് ഫെർബസറും കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ജർമ്മനാണ് കേട്ടോ. ജർമ്മൻ ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാനതിൻ്റെ മലയാളം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സീൽ എന്ന് പറയുന്നത് പാലിയേറ്റീവിൻ്റെ സിംറ്റം കൺട്രോളാണ്. അതായത് സിംറ്റം കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ഇംഗ്ലീഷ് തന്നെയാണ്. സിംറ്റം കൺട്രോളെ എന്ന് ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉച്ചരിക്കുന്നത്. പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് സിംറ്റംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിലാണ് ഞാൻ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് അതാണ് കുറച്ചും കൂടി ഇപ്പോൾ എളുപ്പം. അതായത് ഷ്മാർസൻ ഉണ്ടായിരിക്കും, മൂബൽക്കൈറ്റ് ഉണ്ടായിരിക്കും, എർബ്രഷൻ ഉണ്ടായിരിക്കും, ലോസ് ഓഫ് ഇത് നമ്മുടെ ആപ്പിറ്റൈറ്റ് ഫെർലൂസ്റ്റ് ഉണ്ടായിരിക്കും, ഒബ്സ്റ്റിപാക്സിയോൺ ഉണ്ടായിരിക്കും, മ്യൂഡിഷ്കൈറ്റ്, മുൻ ട്രോക്കൻ ഹൈറ്റ്, അങ്ങനെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ജർമ്മനിലാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മുടെ പെയിന്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ എന്താണ് പറയുന്നത് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, അതുപോലെ എന്താ പറയുന്നത് എന്തൊക്കെയാണ് എല്ലാം കൂടി ഇംഗ്ലീഷ് എനിക്ക് കിട്ടണില്ല, സോറി. അങ്ങനെ കുറേ സിംറ്റംസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് പാലിയേറ്റീവ് പേഷ്യൻറ്റിന് സിംറ്റംസ് ഉള്ളത്. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ആ സിംറ്റംസിനെ അനുസരിച്ച് നമ്മൾ ഒരു റിഷ്ടിക മാസ്നാമൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് നഴ്സിംഗ് കെയർ നമ്മൾ അൺബീറ്റൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ സെയിലിൽ ചെയ്യാൻ പറ്റുക. മൂന്നാമത്തെ സെയിലാണെന്ന്
ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ ഫാമിലി സപ്പോർട്ട് കൊടുക്കുക. ഈ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ പേഷ്യൻറ്റിനെ മാത്രം കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഫാമിലിക്കും ഒരേപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ആ ഒരു സിംറ്റംസിനെ കണ്ടിട്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ കുൾട്ടുറൽ സെൻസിബിൾ ഫ്രീ കെയർ എന്നുള്ളതും പാലിയേറ്റീവ് കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഫോക്കസ് ചെയ്ത് ചോദിച്ചതാണ്. അവരെന്നോട് അത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, പേഷ്യൻ്റെ കയ്യിൽ ഒരു ചെറിയ കുരിശുണ്ട്, ക്രോയിസ് എന്നാണ് തോന്നുന്നത് അതിന് പറയുന്നത്, അതുണ്ടെന്ന് അവർ പറഞ്ഞതിന് അർത്ഥം ഈ പേഷ്യൻ്റ് ഒരു ക്രിസ്ത്യൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അവരുടെ ഇവിടെ ഞാൻ നോട്ട് വായിച്ചതിനകത്ത് അവർ മരിക്കാൻ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തോ അവർ ഏറ്റവും കൂടുതൽ ഒരു ഗൈസ്ലിഷ്യ സപ്പോർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് അവർ ഇപ്പോൾ ഒരു പ്രൈസ്റ്റിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ അവരുടെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചും കുറച്ച് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അങ്ങനെയുള്ള അവരുടെ, അതായത് ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇവിടെ ഒരു ഫയർ ടാഗ് അല്ലെങ്കിൽ സോൺ ടാഗിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഈ ഫ്രൈ ടാഗിലാണെങ്കിൽ അവർ ഫ്ലൈഷ്, അതായത് മീറ്റായിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. അതുപോലെ അവരുടെ കോപ്പർ ഫ്ലീക്ക്, നമ്മുടെ ബോഡി നമ്മൾ ഫ്ലീക്ക് ചെയ്യുമല്ലോ, വാഷനും ദുഷനും ഒക്കെ ചെയ്യത്തില്ലേ, കുളിപ്പിക്കുക തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിം സെക്സിലുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നല്ല, അവർക്ക് കംഫർട്ടബിൾ അതായിരിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പെണ്ണാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും അവർക്ക് കംഫർട്ടബിൾ. അങ്ങനെ അതുപോലെ പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർ സൊഫോർട്ട് മാസ്നാമൻ നഖ്തം ടോഡ് എന്ന് പറഞ്ഞിട്ട്, നഖ്തം ഐൻട്രിറ്റ് ദ സ്റ്റോഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് എന്താണ് നമ്മൾ സപ്പോർട്ട് പെട്ടെന്ന് മാസ്നാമം ചെയ്യുന്ന നേഴ്സിംഗ് കെയർ. ഒരാൾ മരിച്ചു, ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേഴ്സിംഗ് കെയർ ആണ് പെട്ടെന്ന് കൊടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ അത് എന്താ പറയുന്നത്, ബന്ധുക്കാരുണ്ട് അവരായിരിക്കും ചെയ്യുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കണ്ണടയ്ക്കുക, അതുപോലെ താടി കൂട്ടിക്കെട്ടുക, പിന്നെ കൈകൾ രണ്ടും ഗെക്രോയിസ്റ്റ് ചെയ്യുക എന്ന് പറയും, ആഫ്റ്റം ബ്രൂസ്റ്റ് ഗെക്രോയിസ്റ്റ് എന്ന് പറയും, നമ്മൾ കൂട്ടിക്കെട്ടി വെക്കുക. അതുപോലെ റിലീജിയസ് സിമ്പൽ ആയിട്ടുള്ള നമ്മുടെ റോസ് ആൻഡ് ക്രോയിസ് എന്ന് ഇവിടെ പറയും. നമ്മുടെ ഈ ജപമാല അങ്ങനെയാണോ അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ മാലയില്ലേ, നമ്മുടെ ലോക്കറ്റ്, കുരിശിൻ്റെ ലോക്കറ്റൊക്കെ ഉള്ള മാല ഇങ്ങനെ ഇട്ടിട്ട് കാണില്ല ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കഴുത്തിൽ, അങ്ങനെയുള്ള സാധനത്തിന് അതിന് റോസ് ആൻഡ് ക്രോയിസ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ അതല്ലെങ്കിൽ ഒരു ക്രോയിസ് കുരിശ് എന്തെങ്കിലും അവരുടെ റിലീജിയസ് സിമ്പൽ ആയിട്ടുള്ളത് കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ ബൈബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ബെഡിന് അരികിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പൊതുവെ ഓരോ റിലീജിയസിലുള്ള ആൾക്കാർ മരിക്കുമ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ അത് എന്താ പറയുന്നത് ഫാമിലി ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഇതുപോലുള്ള പാലിയേറ്റീവ് പേഷ്യൻ്റ് വരുന്ന സമയത്ത് അവരിങ്ങനെ ഈ എന്താണ് പറയുന്നത്, ഈ റിലീജിയസ് ആയിട്ടുള്ള സിമ്പലുകളുള്ള കുരിശോ അങ്ങനെയുള്ള എന്തെങ്കിലും, അതുപോലെ തന്നെ ഒരു ലൈറ്റ്, നമ്മുടെ മെഴുകുതിരി പോലത്തെ, മെഴുകുതിരി അല്ല അത്, പക്ഷേ ഇലക്ട്രിക്കലാണ്, പക്ഷെ എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുക, അത് കൊണ്ടുവന്ന് അവിടെ ബെഡ് സൈഡിലൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളെ കുറേ പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കുൾട്ടുറൽ സെൻസിബിൾ ഫ്രീ കെയർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ എങ്ങനെയാണ്, ബുദ്ധമതത്തിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ ക്രിസ്ത്യൻ ആണെങ്കിൽ എങ്ങനെയാണ്, മുസ്ലിം ആണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ തന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അതിനെക്കുറിച്ച് കുറേ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ ചെയ്തിരുന്നു. അത് ഇതിനകത്ത് ഈ പാലിയേറ്റീവ് കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് ആദ്യം ഞാൻ പേഷ്യൻറ്റിനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും എന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിനക്ക് പാലിയേറ്റീവിനെ കുറിച്ച് അറിയാം, പക്ഷെ നീ അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, പറ പേഷ്യൻറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്, നീ അതിനെന്ത് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഞാൻ കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? ഞാൻ പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു. അവരുമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലീനെ കാണാഞ്ഞിട്ടായിരിക്കാം അവർ സങ്കടപ്പെടുന്നത്. അപ്പോൾ രാത്രിയല്ലേ, ഫാമിലി ഓൾറെഡി പോയില്ലേ, പിന്നെ എങ്ങനെ വിളിച്ച് വരുത്താം? ഞാൻ പറഞ്ഞു ഫാമിലീനെ രാവിലെ വിളിച്ച് വരുത്താം, പിന്നെ ഇപ്പോൾ പ്രസൻ്റ് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹത്തിനെയും അവരുടെ ആവശ്യത്തിനെയും ഞാൻ കൺസിഡർ ചെയ്ത് പെരുമാറും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നീ പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരുപാട് നേരം ഞാൻ അവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ വാർഡിൽ അങ്ങനെ പാലിയേറ്റീവ് വാർഡ് അല്ല എൻ്റെത്, ന്യൂറോളജിയാണ്, അതുകൊണ്ട് ഒരുപാട് ട്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നാട്ടിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നാട്ടിൽ ഞാൻ 9 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് 9 വർഷത്തിന് മുന്നേ
ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി അവർ നമ്മളെ കുറിച്ചുള്ള ഒരു ഇത് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ലാംഗ്വേജ് നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നീ നന്നായി സംസാരിച്ചു, നന്നായി പ്രസന്റ് ചെയ്തു, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ആ 3ാമത്തെ ബ്ലോക്കിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു എക്സാം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പാലിയേറ്റീവിൻ്റെ ആണെങ്കിൽ നമ്മൾ പാലിയേറ്റീവിൻ്റെ ആ പേഷ്യൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ഡെഫിനിഷൻ പറയുക, സീല് പറയുക, അതുപോലെ ഈ സ്പിരിച്വൽ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റുഡ്സിനെ കുറിച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ വാക്കിൽ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർത്ത പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇതിന് പുറകെ തിരിഞ്ഞ് ഞങ്ങൾ നോട്ട് കളക്ട് ചെയ്യുകയും ഒരു 3-4 ദിവസം കൊണ്ട് തന്നെയാണ് ഇത് പഠിച്ചെടുത്തത്. എനിവേ അത് ഞാൻ സക്സസ്ഫുള്ളി ആ എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് ഒരു എക്സാം കൂടി ഉള്ളൂ, മാർച്ച് 8-ാം തീയതിയാണത്. അത് സൈക്കാട്രി ആണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹിച്ച് എല്ലാം കംപ്ലീറ്റ് ആകും. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെന്താ പറയുന്നത്, നിങ്ങൾ അയക്കുന്ന മെസ്സേജിനൊന്നും എനിക്ക് പ്രോപ്പറായിട്ടൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അറിയാമല്ലോ, എക്സാമും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക്. അതുകൊണ്ടാണ്. എനിവേ ഇതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.